ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കപ്പയും പൊട്ടേറ്റവും കൂടെ വെച്ച് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മസാലക്കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് കപ്പ എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 പൊട്ടേറ്റോ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് 3 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം 2 ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കുള്ള ഇതിനുള്ള ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച കപ്പയും പൊട്ടേറ്റവും കൂടി ചേർത്ത് കൊടുക്കാം. കപ്പയും പൊട്ടേറ്റയും എല്ലാം ഇപ്പം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പോർഷനൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ലഭിക്കും. അതാണ് ഒരു ഭാഗം മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് സവാള വഴറ്റി വെച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊട്ടേറ്റോ മസാല ഉണ്ടാക്കിയെടുക്കുന്ന അതേ സ്റ്റൈലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊള്ളിയും പൊട്ടേറ്റോയും വെച്ചിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കറി റെഡിയായ ശേഷം ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്